സഭയുടെ അൽഫോൻസ അഗ്നിയിലൂടെ നടന്നുയർന്നു, അവശതയേറെ അനുഭവിച്ചു, അനുഗ്രഹപ്പൂമഴ പെയ്തിറക്കി. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, ദൈവകരുണയുടെ മാതാവിൻ്റെ പൂന്തോട്ടത്തിൽ വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജനനത്തിരുനാളിന് ഒരുക്കമായുള്ള നവനാൾ ശുശ്രൂഷയുടെ ഭാഗമായി നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ഈ വിശുദ്ധ നിമിഷത്തിൽ ദൈവത്തിന് നന്ദി പറയുന്നു. വിശുദ്ധ അൽഫോൻസാമ്മയുടെ ജീവിതം ക്രിസ്തീയ ആത്മീയതയുടെ മികവുള്ള ഒരു മാതൃകയാണ്. പ്രത്യേകിച്ചും അവളുടെ സഹനത്തിൻ്റെ ആത്മീയത നമ്മെ ആഴത്തിൽ സ്പർശിക്കുന്നു. കുഞ്ഞായ അൽഫോൻസായുടെ ജീവിതം തുടങ്ങി അവളുടെ മരണം വരെ നീണ്ടുപോയ വഴികൾ മനുഷ്യത്വപരമായ കഷ്ടപ്പാടുകളും ദുഃഖവേദനകളുമാണ് നിറഞ്ഞിരുന്നത്. അവൾ അനാരോഗ്യത്തിൻ്റെ അധോലോകങ്ങളിൽ എത്തിപ്പെട്ടപ്പോഴും അവിടെ തന്നെ ദൈവത്തെ കണ്ടെത്തുകയായിരുന്നു. വിശുദ്ധ അൽഫോൻസാമ്മ എഴുതുന്നു, ഈശോയെ സ്നേഹിക്കുവാനും അവനു വേണ്ടി ത്യജിക്കുവാനും സഹിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വാക്കുകൾ ദൈവസ്നേഹത്തിൻ്റെയും സമർപ്പിത ജീവിതത്തിൻ്റെയും മഹത്വം പ്രകടിപ്പിക്കുന്നു. സഹനത്തെ നാം സാധാരണയായി ഒരാക്രമണമായി കാണുമ്പോൾ അൽഫോൻസാമ്മ അതിനെ ദൈവവുമായി ഏകീകരിച്ച ആത്മീയ അനുഭവമായി മാറ്റിയിരിക്കുന്നു. അവളുടെ ദൈനംദിന ജീവിതം പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിതമായിരുന്നു. രോഗവും വേദനയും പ്രാർത്ഥനയിലൂടെ ദൈവത്തിനായി അർപ്പിച്ച അവളുടെ മനോഭാവം സഹനത്തിൻ്റെ മഹത്വം എത്രമാത്രം എന്നതിന് വെളിച്ചമിടുന്നു. അൽഫോൻസായുടെ ആത്മീയത നമ്മോട് പറഞ്ഞു തരുന്നത് ഇതാണ്: സഹനങ്ങളിലൂടെ ദൈവത്തോട് അടുത്തു പോകാം. നമ്മുടേതായ ചെറിയ വേദനകളെ പോലും വിശുദ്ധിയിലേക്ക് നയിക്കാവുന്നതാണ്. അതിനുവേണ്ടിയുള്ള മനസ്സും സമർപ്പണവും മാത്രമേ വേണ്ടതുള്ളൂ. നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന അസൗകര്യങ്ങളെയും കുരിശുകളെയും ദൈവത്തിന് സമർപ്പിച്ചാൽ അതിലൂടെ തന്നെ ദൈവാനുഭവത്തിലേക്ക് നാം ഉയർന്നു ചേരാം. വിശുദ്ധ അൽഫോൻസാമ്മയിലേക്കുള്ള നമ്മുടെ നോട്ടം ഇതായിരിക്കട്ടെ: സ്നേഹത്തോടെ സഹിക്കുന്ന ഒരു ഹൃദയം, ദൈവത്തിനു വേണ്ടി ശാന്തമായി ത്യജിക്കുന്ന ഒരു മനസ്സ് തന്നെ. അവളെപ്പോലെ നാം ഓരോരുത്തരും നമ്മുടെ ദുരിതങ്ങളെ ദൈവം അനുഗ്രഹമായി മാറ്റട്ടെ. അൽഫോൻസാമ്മയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന പാഠം സഹനം ഒരു ശാപമല്ല, മറിച്ച് സഹനങ്ങളെ രക്ഷാകരമാക്കാനുള്ള ഒരു വിളിയാണ് നമ്മുടേത്. വിശുദ്ധ അൽഫോൻസാമ്മേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. പുണ്യഭൂമി